നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയും കണ്ണൂരും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ സിപിഎമ്മിന് രാഷ്ട്രീയമായി ഏറ്റ തിരിച്ചടി കൂടിയാണ് പാനൂരിലുണ്ടായ സ്ഫോടനം. സിപിഎം അനുഭാവികളാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളും പരിക്കേറ്റയാളും. കെ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ അടക്കം പുറത്തുവരികയും ചെയ്തു. ഇതോടെ രാഷ്ട്രീയമായി തള്ളിപ്പറഞ്ഞിട്ടും സിപിഎം വെട്ടിലായിരിക്കുകയാണ്. സിപിഎം ഭരിക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം കണ്ണൂരിൽ യഥേഷ്ടം നടക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചയായി വിലയിരുത്തുന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞു കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് സിപിഎം ചോദിക്കുകയാണ്. നേതൃത്വം വ്യക്തമാക്കണമെന്ന വടകര മണ്ഡലം UDF പറയുന്നു. സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇക്കാര്യം ചോദിച്ചത്. ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രിയായത്? ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ ഉപയോഗിക്കാനായിരുന്നു ലക്ഷ്യം ഇട്ടത് എന്നും വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ ചോദിച്ചു. അതേസമയം കത്തിക്കയറിയ ഒരു പോസ്റ്റുമായി കെ രമയും രംഗത്തെത്തിയിട്ടുണ്ട്. കെ രമയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: കൊലപാതക ഫാക്ടറികളാവുന്ന പാർട്ടി ഗ്രാമത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഈ ചോരക്കൊതിയിൽ നിന്ന് എന്നാണ് CPM മുക്തമാവുക? പാനൂർ മുളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ പരിക്കേറ്റ 2 CPM ക്രിമിനലുകളിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതാണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായത് എന്ന് പോലീസ് തന്നെ പറയുമ്പോൾ വടകര മണ്ഡലത്തിൽ ഉടനീളം കലാപം നടത്താനുള്ള ആസൂത്രണമാണ് അണിയറയിൽ നടക്കുന്നത് എന്ന് ഉറപ്പിക്കാം. വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കെ ശൈലജ തന്നെ മഹാൻ എന്ന് വിശേഷിപ്പിച്ച TP വധക്കേസ് പ്രതി കൊലയാളി PK കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. കുഞ്ഞനന്ദനും കെ ശൈലജയും P ജയരാജനും ഒക്കെ വലിയ അടുപ്പമുള്ള പ്രവർത്തകരാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് എന്ന് അതീവ ഗൗരവമുള്ള കാര്യമാണ്. TP കേസിലെ മറ്റു പ്രതികളായ കൊടിസുനി, ജ്യോതി ബാബു, ട്രൗസർ മനോജ് എന്നിവരുമായി ഏറെ അടുത്ത ബന്ധം സൂക്ഷിച്ചവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര മണ്ഡലത്തിൽ കലാപം ആസൂത്രണം ചെയ്തത് എന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുകയാണ്. വടകരയിലെ RMPI പിന്തുണയ്ക്കുന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി പര്യടനം കണ്ണൂർ ജില്ലയിൽ കടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജനങ്ങളെയും എതിർ പാർട്ടികളെയും ആക്രമണവും ഭീഷണിയും കൊണ്ട് അടക്കി നിർത്തി വിജയിച്ചു കയറാം എന്ന മൂഢവിശ്വാസത്തിലാണ് ഇന്നും CPM നിലനിൽക്കുന്നത്. ഇത്തരം ആക്രമകാരികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറണം. ഇപ്പോൾ സ്ഫോടനമുണ്ടായ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല, കണ്ണൂരിലെ പല CPM ഗ്രാമങ്ങളിലും ഇത്തരം ആക്രമണ ഫാക്ടറികൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് CPM ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ റെയ്ഡ് നടത്തി ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കണം. സമാധാനപരവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ. പാർട്ടി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെയോ ഒക്കെ ആക്രമ പ്രവർത്തനങ്ങളെയോ ഇതുവരെ തള്ളിപ്പറയാത്ത ശൈലജ ടീച്ചർ ഈ ഉണ്ടായ സംഭവത്തിലുള്ള തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കെ രമ പറയുകയാണ്.